ഹായ് കൂട്ടുകാരെ, സന്തോഷ വാർത്തയുണ്ടല്ലേ. നമ്മുടെ സ്പാനിഷ് മസാല ജയിച്ചു. ഏറ്റവും മധുരമായിട്ടുള്ള വിജയം. എന്തൊക്കെയായാലും ഇല്ല, ആരും ഉണർന്നിട്ടുണ്ടാകില്ല ഇപ്പോൾ. അപ്പോൾ വിജയമൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് വീണ്ടും അതാര് ജയിക്കുമെന്ന് കാണാം. അതിനുവേണ്ടി കുറേ സ്പെയിൻ ജയിച്ചല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമുക്കിപ്പോൾ സ്പിരിച്വൽ ചാനൽസ് ഒത്തിരി കൂടുതലാണ്. അതെന്താണെന്ന് അറിയില്ല. ഈ ഇടയ്ക്ക് ആൾക്കാരുടെ അന്ധവിശ്വാസവും കൂടുതലാണ്. അതുപോലെ തന്നെ അവരെന്തൊക്കെയോ ഇതിനനുസരിച്ച് അന്ധവിശ്വാസം പരത്തുന്ന ഒത്തിരി ചാനലുകളും കൂടുതലാണ്, സ്പിരിച്വാലിറ്റി ചാനലുകൾ. അതിനകത്ത് അവിടെ നമ്മൾ എന്തെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ തരാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ന് 8,000 10,000 ഒക്കെയാണ് വലിച്ചുവാരി എടുക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിലാണ് ദൈവം ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനകത്താണ് പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ എല്ലാം ഇരിക്കുന്നത്. അതായത് നരകവും സ്വർഗവും ഒക്കെ ഇരിക്കുന്നത്, ദൈവവും ഇരിക്കുന്നത്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിയൊന്നും നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കുകയില്ല. നെഗറ്റീവ് എനർജി മാറ്റിത്തരാം, ഭൂതത്തിനെ മാറ്റിത്തരാം, പ്രേതത്തിനെ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവർക്ക് ലക്ഷങ്ങളും 10,000ങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൽ വിശ്വസിക്കുക, ഒരു നല്ല ഗുരുനാഥനെ കണ്ടുപിടിക്കുക. ഞാൻ എൻ്റെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണ് ഷിർദിയിലെ സായിബാബ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ, അദ്ദേഹത്തിൻ്റെ ആ പഴയ മുഷിഞ്ഞ വേഷത്തിൽ, ആ പാറപ്പുറത്തിരിക്കുന്ന ആ വേഷത്തിൽ എൻ്റെ മുൻപിൽ ഗുരുവായി പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചൊന്നും മറുപടി, ഒരു ചെറിയ പുഞ്ചിരി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വിഷമങ്ങളും ഒക്കെ ഷിർദി സായിയോട് പറയാറുണ്ട്. ഭഗവാൻ എന്നെ മുൻപേ നടന്ന് എന്നെ വഴികാട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഈശോയിലും വിശ്വസിക്കുന്നുണ്ട്. ഈശോയും എൻ്റെ വഴികാട്ടിയാണ്. ഒപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ജനിച്ചതിന് കാരണമായിട്ടുള്ള എൻ്റെ ഭഗവാൻ, എൻ്റെ അമ്മയപ്പൻ, എൻ്റെ പരമശിവൻ ശ്രീകണ്ഠേശ്വരനും ദേവിയും ഭദ്രകാളിയമ്മയും എൻ്റെ ഏറ്റവും വലിയ ദേവതമാരാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവതമാരാണ്. കൂടാതെ എൻ്റെ കുലദേവതയായ വനദുർഗയും. ഇതൊക്കെ മതിയല്ലോ. പിന്നെ നമുക്ക് അല്പമൊക്കെ വിഷമം വരുമ്പോഴത്തേക്ക് അല്പമൊക്കെ നമ്മളെ കുറച്ച് സമാധാനിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ണിക്കണ്ണൻ ഇരിപ്പുണ്ടല്ലോ. എല്ലാം അറിയുന്ന തന്ത്രജ്ഞനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ, നയതന്ത്രൻ ആവശ്യമുള്ളിടത്ത് ഉണ്ണിക്കണ്ണൻ നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഉഗ്രമൂർത്തികളെ തേടി പോകുന്നത്? യൂട്യൂബ് മുഴുവൻ മന്ത്രങ്ങളാണ്. ഭയങ്കര ഉഗ്രമൂർത്തികളെ പ്രസാദിപ്പിക്കുന്നവർ മന്ത്രങ്ങൾ, പഞ്ചമി മന്ത്രങ്ങൾ, വരാഹി മന്ത്രങ്ങൾ, ചാത്തന്മാരുടെ മന്ത്രങ്ങൾ, ഇതൊന്നും എടുത്ത് പ്രയോഗിച്ച് കളയരുതേ. അവസാനം നിങ്ങളെ വിട്ടുപോകാതെ അവർ നിൽക്കും. നിങ്ങളുടെ വീടോടെ കുലത്തോടെ മുടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ യൂട്യൂബ് ദൈവങ്ങളെ കൈവിടുക. നിങ്ങളുടെ മനസ്സിനകത്തുള്ള, നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങളുടെ അപ്പൂപ്പനമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള നിങ്ങളുടെ കുലദേവതയും ഗ്രാമദേവതയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുക. നിങ്ങൾക്ക് എപ്പോഴും ദൈവം കൂട്ടിനുണ്ട്. ദൈവത്തിന് വേണ്ടി യൂട്യൂബ് ദൈവങ്ങളല്ല നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത്. യൂട്യൂബ് ചാനലിൽ കൂടെ വരുന്നവർക്കല്ല നമ്മൾ ലക്ഷങ്ങളും കോടികളും വാരി എറിയേണ്ടത്. അവർ ഒരു ഇതാണ് കേട്ടോ, ശൃംഖലയാണ് കേട്ടോ. ഒരു യൂട്യൂബിൽ നമ്മൾ പോയി അവിടുന്ന് ഒരു ആളിനെ പരിചയപ്പെടുത്തുന്നു, അവിടുന്ന് വേറൊരാളിനെ പരിചയപ്പെടുത്തുന്നു. ആ ശൃംഖല വഴി ലക്ഷങ്ങൾ ഇങ്ങനെ കറങ്ങിപ്പോകുന്ന ഒരു സൈക്കിളാണിത്. ആ സൈക്കിളിൽ നിന്നും ചെന്ന് വീഴരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ വരിക. നിങ്ങളുടെ ശരീരം ശുദ്ധമാക്കണമെന്നുണ്ടെങ്കിൽ അല്പം കല്ലുപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുക. നിങ്ങളുടെ വീട് ശുദ്ധമാക്കിയിരിക്കുക. മനസ്സും ശരീരവും ശുദ്ധമാക്കുക. എത്രയേ വേണ്ടൂ പോസിറ്റീവായിട്ടുള്ള എല്ലാ ദേവതകളും ദൈവ ചൈതന്യവും നിങ്ങളിലേക്ക് വരാൻ. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു അതിലങ്ങ് വിശ്വസിക്കുക. മന്ത്രവാദത്തിനൊന്നും അടിമപ്പെടാതിരിക്കുക. പെട്ടത് തന്നെ. പിന്നെ നിങ്ങൾ ഒരിക്കലും മാറാതെ ആ ദുർമന്ത്രവാദ മൂർത്തികൾ നിങ്ങൾ പുറകെ വരും. ഈ ദുർമന്ത്രവാദികളാണെങ്കിൽ അവർക്ക് പൈസ കിട്ടാതിരിക്കുമ്പോൾ ഇല്ലാത്ത ആചാരങ്ങൾ നിങ്ങളിൽ തന്നെ പ്രയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിലൊന്നും പോവാതെ സ്വന്തമായിട്ട് ഭഗവാനിൽ വിശ്വസിക്കുക. ഇത് എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്. പ്ലീസ് നിങ്ങൾ അത് ഫോളോ ചെയ്യുക.